ശബരിമല സ്വർണ്ണക്കവർച്ച രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമെന്ന് സംശയം പ്രകടിപ്പിച്ച് ഹൈക്കോടതി. പോറ്റിയുടെ നീക്കങ്ങൾ രാജ്യാന്തര വിഗ്രഹക്കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ ഓപ്പറേഷനുകൾക്ക് സമാനം. ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ പകർപ്പ് ഉണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ എത്തിച്ചോ എന്ന സംശയവും ബലപ്പെടുകയാണ്. അയ്യപ്പന്റെ അമൂല്യ വസ്തുക്കൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റ് പണം തട്ടാൻ ശ്രമിച്ചതായി സംശയമുണ്ടെന്നും കോടതി ഇതിൽ വിശദമായ അന്വേഷണം വേണം. അതേസമയം ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ 1998-99 കാലഘട്ടത്തിൽ 24 ക്യാരറ്റ് 2519 ഗ്രാം സ്വർണം ഉപയോഗിച്ച് പൊതിഞ്ഞിരുന്നുവെന്നും ഹൈക്കോടതി. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതിനു ശേഷം അഷ്ടാഭിഷേക കൗണ്ടറിന് സമീപം പഴയ വാതിൽ കണ്ടെത്തിയിരുന്നു. സ്വർണം പൊതിഞ്ഞ യഥാർത്ഥ വാതിലുകളാണോ അഷ്ടാഭിഷേക കൗണ്ടറിന് സമീപം കണ്ടെത്തിയത് എന്ന സംശയവും ഹൈക്കോടതി ഉന്നയിക്കുന്നുണ്ട്. ഇതിനിടെ ഇടക്കാല ഉത്തരവും പുറത്തുവന്നു. രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ഇന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം തന്നെ ഇടക്കാല ഉത്തരവും വരുന്നു. വിശദാംശങ്ങൾ പറയും. രാഖി, വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ഉന്നയിച്ച അതേ ഘട്ടത്തിൽ തന്നെയാണ് ചില കണ്ടെത്തലുകളും സംശയവും ഹൈക്കോടതി പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതായത് ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമാണോ എന്നുള്ളൊരു സംശയം ഹൈക്കോടതിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ കുപ്രസിദ്ധ കുറ്റവാളിയായിട്ടുള്ള രാജ്യാന്തര വിഗ്രഹക്കടത്തുകാരനായിട്ടുള്ള സുഭാഷ് കപൂറിന്റെ ഓപ്പറേഷനുകൾക്ക് സമാനമായിട്ടുള്ള നീക്കമാണ് ശബരിമല കേന്ദ്രീകരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ളത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തതാകട്ടെ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരും ഭരണസമിതിയിലുള്ള ആളുകളും. എന്തായാലും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ശബരിമലയിലെ ഈ പറയുന്ന പാളികളുടെ പകർപ്പുകൾ അത് വിൽക്കാനായിട്ടുള്ള ഒരു ശ്രമം, തട്ടിപ്പ് നടത്തി വിൽക്കാനായിട്ടുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ടോ എന്നൊരു സംശയമാണ് ഹൈക്കോടതി പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതായത് ഈ പറയുന്ന ദ്വാരപാലക പാളികൾ, മറ്റ് കട്ടിളപ്പാളികൾ, അവയുടെയൊക്കെ തന്നെ പകർപ്പ്, അതിന്റെ അളവൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷം പകർപ്പെടുത്ത് പിന്നീട് അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ച് തട്ടിപ്പ് നടത്തി. ഈ ഒരു സംശയമാണ് ഹൈക്കോടതിക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഈ ദിശയിൽ കൂടി വേണമെന്നും ഹൈക്കോടതി SIT സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി മറ്റ് ചില നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. അതായത് ഈ വഴിപാടിന്റെ മറവിൽ ആണ് ഇത്രയധികം കള്ളത്തരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഈ പറയുന്ന ഈ 2019 കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ട സ്വർണം അത് കണ്ടെത്താനായിട്ട് SIT നേരത്തെ തന്നെ ഹൈക്കോടതി മുൻപാകെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അനുമതി തേടിയിരുന്നു. അതിനുള്ള എല്ലാ അനുമതിയും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ഈ മാസം 15-ന് മുൻപ് തന്നെ ഈ ശാസ്ത്രീയ പരിശോധനകളൊക്കെ തന്നെ പൂർത്തീകരിക്കണം. അതായത് മണ്ഡല മകരവിളക്ക് സീസണിന് വേണ്ടി ശബരിമല നട തുറക്കുന്നതിന് മുൻപ് തന്നെ ഈ ദ്വാരപാലക പാളികളുടെ ഒക്കെ ഭാഗങ്ങളുടെ അതിന്റെ സാമ്പിളുകൾ എടുത്ത് ശേഖരിച്ച് അതിന്റെ ശാസ്ത്രീയ പരിശോധനകൾക്ക് വേണ്ടിയിട്ട് അയച്ച് അത് 10 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 2019-ലെ അതോടൊപ്പം തന്നെ 2025 കാലഘട്ടങ്ങളിലെയും ദ്വാരപാലക പാളികൾ, ഒപ്പം ഈ തൂണുകളുടെ ഭാഗങ്ങൾ, ഈ പാളികളുടെ ഭാഗങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുക. 98-ൽ വിജയമല്യ സ്വർണം പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ, ആ സ്വർണ്ണപ്പാളികളുടെ ഭാഗങ്ങൾ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കും. ശബരിമലയിൽ